ഇത് ഇവരുമായി യാതൊരു ബന്ധമില്ലാത്ത ധാരാളം ആളുകളാണ് ഇവിടെ വന്ന് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വോളണ്ടിയർമാർ, യൂത്ത്, അതിൽ വിവിധ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, മതസംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തി ധാരാളം ആളുകൾ ഈ ജോലികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരടക്കം ഇവിടെ. ചേട്ടാ, ഇവിടെയാണോ വീട്? ഞാൻ ഇലവേല് ഈ നാട്ടുകാരൻ തന്നെയാണ്. ബന്ധുക്കൾ ആരെങ്കിലും? ബന്ധുക്കൾ പറഞ്ഞാൽ നമ്മളെ എൻ്റെ മൂത്ത അളിയൻ്റെ ഒരു വീട്ടിൽ 5 പേര്. അതിൽ ഒരു കുട്ടീനെ ഇപ്പോൾ കോഴിക്കോട് ഉണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ചേച്ചീനെ അവരെ മരുമകളെ കിട്ടിയിട്ടുണ്ട്, വിംസിലുണ്ട്. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇതുവരെ പോയി നോക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഓരോ പരിപാടി ആയതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണമെന്ന് പോയി നോക്കാൻ. പരിചയമുള്ള ആരെങ്കിലും ഈ ഉരുൾപൊട്ടൽ കാണാതായിട്ടുണ്ടോ? ഇതെല്ലാം നമ്മളെ ഈ പോയവരെല്ലാവരും നമ്മളെ പരിചയക്കാർ തന്നെയാണ്. പരിചയക്കാർ പോലെ തന്നെ കുടുംബം പോലെ കഴിയുന്നവരുമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടാണെങ്കിലും നമ്മളെ ഭാര്യ വീടും അവിടെ ഈ പൊട്ടി വന്ന സ്ഥലത്താണ്. അവരുടെ ഒരു അന്ത്യോപചാരത്തിന് വേണ്ടി തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് വന്നത് തന്നെയാണ്. ഇപ്പോൾ അതിൽ പെട്ടവരായിരിക്കും ചിലപ്പോൾ നമ്മളെ ഈ കൂടുതൽ. കാരണം എല്ലാവരും തിരിച്ചറിയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കിട്ടിയവരെ പകുതി ആളുകളിൽ നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇനി ആരൊക്കെയാണ് ഇവിടെ അടക്കം ചെയ്യാൻ കഴിയുന്നതെന്നുള്ള പോലും ശരിക്കും സത്യത്തിൽ നമുക്കറിയില്ല. ഇതാണ് മനുഷ്യരുടെ ഒരു അവസ്ഥ. കാരണം ആ ചേട്ടൻ്റെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടിട്ടുണ്ട്. ചിലർ രക്ഷപ്പെട്ടു, ചിലർ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. ഇനി അവർ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. കാരണം ദിവസം ഇത്രയും കഴിഞ്ഞു, ആഴത്തിലുള്ള പരിശോധനയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവരുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരുടേതാകാം എന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത്. നമുക്ക് ആ എസ്റ്റേറ്റിൻ്റെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും പ്രകൃതി കരുതുള്ളിയ അവസ്ഥയിലാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരൊറ്റ രാത്രി 355 ജീവനുകൾ നമ്മുടെ മുന്നിൽ നിന്ന് ഒലിച്ചുപോയ ദിവസം ഇപ്പോഴും എവിടെയുണ്ട് എന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ നമുക്ക് അറിയാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ. അവരെയൊക്കെ നമ്മുടെ എല്ലാ കാലത്തെയും വേദനയെ അവശേഷിക്കും.